ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദുരന്തർ 2 ദ റിവെഞ്ചിൻ്റെ റിവ്യൂ ആണ്. കുറച്ച് ലേറ്റായി എന്നറിയാം, ഇപ്പോൾ ഇറങ്ങിയിട്ട് 2 ദിവസമായി. എന്നാൽ ഇന്നാണ് കാണാൻ പറ്റിയത്. കാരണം 4 മണിക്കൂറുണ്ട് പടം. 4 മണിക്കൂർ ഇന്ന് ഞാൻ 1:30 ഷോയിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ 5:30. 4 മണിക്കൂർ പടം. പക്ഷേ ഒരു മിനിറ്റ് പോലും ബോറിങ് തോന്നിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു പടം. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. ബട്ട് 2-3 മൂമെന്റ്സിൽ എനിക്ക് ബോറടിച്ചു. ബട്ട് മെജോറിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻട്രീഗിങ് ആയിട്ടുള്ള, വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ് ദുരന്തർ 2 ദ റിവെഞ്ച്. ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഡെഫിനറ്റ്ലി ഇഫ് യു ലൈക്ക് ദ ഫസ്റ്റ് ഫിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇപ്പോഴും ഇഷ്ടപ്പെടും. ബട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പടത്തിനെ പറ്റി. ഓഫ് കോഴ്സ് ഈ പടം 1000 കോടിയോ 2000 കോടിയോ അതൊക്കെ നേടും. ഓഫ് കോഴ്സ് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി 1000 കോടി 2000 കോടി. 1000 കോടിയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ല. നമുക്ക് പടം കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം. 1000 കയറട്ടെ 2000 കയറട്ടെ, ഓക്കെ അതൊക്കെ ഓക്കെ, നല്ലത്. ആ സിനിമക്ക് നല്ലതാണ്. കുറച്ച് പേര് പറയണ്ടായി ഒരു പ്രൊപ്പഗാൻഡ ഫാക്ടറും കൂടി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡ ഫാക്ടർ ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് കാണിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരൊരു ഹീറോ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുക. അവരുടെ ചെയ്ത കാര്യങ്ങൾ കാരണമാണ് ഞങ്ങളുടെ കാര്യങ്ങളും സൂപ്പറായത് എന്നൊക്കെ ഉള്ള കാണിക്കുക. അതൊക്കെ കുറച്ച് പ്രോപ്പഗാൻഡയുടെ ഫാക്ടർ പോലെ തോന്നി. കേരളത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഒറ്റ സീനിൽ ഒറ്റ ഡയലോഗ്, അതിൽ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിനെ ഫേവർ ചെയ്താണ് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന രീതിയിൽ ഡെഫിനറ്റ്ലി വർത്ത് ദ വാച്ച്. അടിപൊളി ആക്ഷൻ, അടിപൊളി എസ്പെഷ്യലി ഫസ്റ്റ് സീനിലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ സീൻ, അതാണ് എൻ്റെ ഫേവറേറ്റ് ആക്ഷൻ സീൻ. ജസ്ക്രിത് സിംഗ് റാണ, ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെയിം ക്യാരക്ടറാണ്, ബട്ട് ആ ഒരു പാസ്റ്റ് കുറച്ചും കൂടി നന്നായിരുന്നു. ലൈക്ക് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ആക്ഷൻ സീനും, പിന്നെ ആ ഗണ്ണായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ബാക്കിൽ നിന്ന് മറ്റേ ആ ട്രെയിലുള്ള സീനൊക്കെ, പിന്നെ ലാരി യാനി യാനി എന്ന് പറഞ്ഞ പാട്ട് വെച്ചത് സൂപ്പറായിരുന്നു. അത് കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ബട്ട് ഈ അക്ഷയ് ഖന്നനെ പോലൊരു നടൻ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു, അതിലൊരു മെയിൻ വില്ലനായിരുന്നു. പുള്ളിക്കാരനില്ലാത്ത കാരണം അതൊരു വലിയൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു സ്ട്രോങ് വില്ലൻ ഇല്ലാത്ത പോലെ തോന്നി. കോഴ്സ് അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടറാണ് ശരിക്കും ഫസ്റ്റ് പടത്തിൽ തുടങ്ങിയ ഒരു ഓക്കെ ഇയാളെയാണ് തീർക്കേണ്ടതെന്നുള്ളത്. പക്ഷേ അയാളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നി പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ തന്നെ. അത് സെക്കൻഡിലും അതേപോലെയൊക്കെ തന്നെയാണ്. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഉണ്ടായിരുന്നില്ല. വളരെ സർപ്രൈസിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു, കുറച്ച് ട്വിസ്റ്റൊക്കെ നടന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, അത് വളരെ സൂപ്പറായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കുറച്ചും കൂടിയും ഓക്കെ സ്റ്റോറി മേക്സ് സോ മച്ച് സെൻസ്. ആ ക്യാരക്ടറിൻ്റെ ചെയ്ത കാര്യങ്ങൾ ഓക്കെ എന്തുകൊണ്ട് ചെയ്തു, അയാളെ കുറച്ചും കൂടി ജസ്റ്റിഫയബിൾ ആക്കി. അപ്പോൾ സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. ആ ഒരു ട്വിസ്റ്റും അതൊക്കെ വന്നപ്പോൾ അത് കൊള്ളായിരുന്നു. പിന്നെ ആക്ഷൻ ഓഫ് കോഴ്സ് കൊള്ളാം. സോങ്സ് എനിക്ക് ഫസ്റ്റ് പടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ പടത്തിലെ സോങ്സ് എനിക്ക് അത്ര സംഭവമായിട്ട് തോന്നിയില്ല. കുറച്ച് മുമ്പ് മനസ്സിലാക്കി എനിക്ക് ലൈക്ക് ഓക്കെ ഇതൊരു ജസ്റ്റ് സോങ്, വലിയ സംഭവമായിട്ടുള്ള സോങ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അഭിനയിച്ചെല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി കൊള്ളാം, ആക്ഷൻ കൊള്ളാം, സ്റ്റോറി ഓറിയൻറ്റഡ് തന്നെയാണ് ഈ പടവും. ആക്ഷൻ ഉണ്ടെന്നുള്ളൂ. പിന്നെ ഭയങ്കര ഗൂസ് ബംസ് മൂവ്മെൻറ്റ്സ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കി ഒന്നും എനിക്ക് എസ്പെഷ്യലി വർക്കായില്ല. ചില സീൻസിൽ മാത്രമേ എനിക്ക് വർക്കായുള്ളൂ. മെജോറിറ്റി ഐ ഡോണ്ട് ലൈക്ക് ദ ഗൂസ് ബംസ് സീൻ ഉണ്ടാക്കാൻ, ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ നോക്കിയ മൂമെൻറ്റിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ലൈക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉണ്ടാക്കി ആൾക്കാരെ കൈയടിപ്പിച്ചു, ഇന്ന് പാകിസ്ഥാനിനെ കൊന്നിട്ടന്ന് അങ്ങനെ. ഓഫ് കോഴ്സ് അത് വർക്കാവും ചില മൊമെൻറ്റിൽ, ബട്ട് ചില സിനിമകളിൽ നന്നായിട്ട് വർക്കാകാറുണ്ട്. ഈ പടത്തിൽ എനിക്ക് ചില മൊമെൻറ്റ്സിൽ അങ്ങനെ വർക്കായില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ പടത്തിന്. ചിലപ്പോൾ ഒരു ഹൈപ്പ് ഡെഫിനറ്റ്ലി ഇത് ബാധിച്ചിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഇറ്റ്സ് എ ഗുഡ് വാച്ച്. എൻജോയബിൾ ആണ് പടം. അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ഓക്കെ 4 മണിക്കൂർ കണ്ടിരിക്കാൻ ഒരിക്കലും ലൈക്ക് ബോറിംഗ് ആയിട്ടൊന്നുമില്ല. ഡെഫിനറ്റ്ലി അത്രയും മണിക്കൂർ പോയതുപോലെ ഫീൽ ചെയ്യില്ല. കുറച്ച് മൂത്രയ്ക്കാൻ മുട്ടൊന്നുണ്ടായിരുന്നു അവസാനം. ഇപ്പം എങ്ങനെയെങ്കിലും ഇറങ്ങണമെന്നൊക്കെ ആയിരുന്നു. കാരണം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ ഒരു ഇൻ്റർവെല് വരുന്നത്. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ AC പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പേഴ്സണൽ തിയേറ്റർ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയാം. ബട്ട് ഓവറോൾ ഐ റിയലി ലൈക്ക് ദിസ് ഫിലിം. ആൻഡ് നിങ്ങൾക്ക് ദുരന്തർ ഫസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ദുരന്തർ 2 ഇഷ്ടപ്പെടും. ആൻഡ് മേ ബി ഇനിയും ഉണ്ടാവും തോന്നണില്ല. ബട്ട് ഓഫ് കോഴ്സ് ഈ ഡയറക്ടറിൻ്റെ പടങ്ങളെല്ലാനും
കൊള്ളാവുന്ന പടങ്ങളാണ് ഉറി, ദുരന്തർ. അപ്പോൾ ഓക്കെ, ബട്ട് ഒരു പ്രൊപ്പഗാൻഡ ഫാക്ടർ കയറി വന്നെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെ സംഭവിക്കും. അങ്ങനെ അവിടത്തെ പടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.